يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. ആയത്ത് 28. يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസ്, ബഹുദൈവാരാധകർ അവരുടെ വിശ്വാസത്തിൽ അശുദ്ധരാകുന്നു. ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, ആകയാൽ ഈ വർഷത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിന്റെ അരികിലേക്ക് വരാൻ പാടില്ല. വഇൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻ ശാഅ, ഇനി നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ ഔദാര്യത്തിൽ നിന്നും നിങ്ങളെ സമ്പന്നരാക്കുന്നതാണ്. ഇന്നല്ലാഹ അലീമുൻ ഹകീം, തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും തന്ത്രജ്ഞനുമാണ്. ഈ പരിശുദ്ധമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ആരംഭം മുതൽ നടത്തിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ സമാപനം കുറിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ فلا يقربوا المسجد الحرام بعد عامهم هذا, പരിശുദ്ധമായ മക്ക മുക്കറമ ആദരണീയ ഹറം ഇസ്ലാമിക സെക്രട്ടേറിയറ്റാണ്, കേന്ദ്ര ബിന്ദുവാണ്. ഇവിടെ ദുഷിച്ച വിശ്വാസങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമായി ആർക്കും നിൽക്കാനും കടക്കാനും അനുവാദമില്ല. നല്ല മനസ്സോടെയും നല്ല നിലയിലും മാത്രമേ ആർക്കും ഇവിടെ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഇഹ്റാമിലായി മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇതര സന്ദർഭങ്ങളിൽ അനുവദനീയമായ പല കാര്യങ്ങളും നിഷിദ്ധമാക്കപ്പെട്ട നിലയിലാണ് ഈ സ്ഥലത്തേക്ക് ഈ ഇഹ്റാമിൽ ഹാജിമാരും ഉംറ ചെയ്യുന്നവരും പ്രവേശിക്കുന്നത്. അവിടെ കടക്കുന്നവരും കഴിയുന്നവരും കഴിവിന്റെ പരമാവധി നന്മകളിൽ കഴിയണം. നന്മകളിൽ ഏറ്റവും വലിയ നന്മ തൗഹീദാണ്, പടച്ചവനെ ഏകനായി കാണലും അവനെ ആരാധിക്കലുമാണ്. അവിടെ പാപങ്ങൾ ചെയ്യുന്നത് വലിയ പാതകമാണ്. ആ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം പടച്ചവനോട് വല്ല വ്യക്തികളെയും ശക്തികളെയും പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇത് ആദ്യകാലം മുതൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഈമാനിന്റെ കേന്ദ്രമാണ്. അതിന് വിരുദ്ധമായ ഒരവസ്ഥയിൽ ഉറച്ചു കഴിയുക മാത്രമല്ല,
അതിനെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്നവർ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസ്, അല്ലയോ സത്യവിശ്വാസികളെ, ശിർക്ക് ബഹുദൈവാരാധന വിശ്വാസത്തിന്റെ വലിയ മാലിന്യമാണ്. ആ മാലിന്യവുമായി ബന്ധപ്പെട്ടവരും വിശ്വാസപരമായി വലിയ മാലിന്യമാണ്. ഈ ആയത്ത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ആയത്താണ്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഇവിടത്തെ മാലിന്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അമുസ്ലിമീങ്ങളുടെ ശരീരം മാലിന്യമാണെന്നല്ല. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിമീങ്ങളെ ഹസ്തദാനം ചെയ്തിട്ടുണ്ട്. അവരെ സ്വന്തം മസ്ജിദിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ആഹാരം കഴിച്ചിട്ടുണ്ട്. അവരുടെ സൽക്കാരം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പാനീയം കുടിച്ചിട്ടുണ്ട്. അവരുമായി വളരെ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞത്. പിന്നെ ഇവിടത്തെ നജസ് കൊണ്ടുള്ള ഉദ്ദേശം വിശ്വാസത്തിന്റെ മാലിന്യമാണ്. പടച്ചവൻ നൽകിയ മനസ്സിൽ പടച്ചവന്റെ വിശ്വാസത്തിന് പകരം ബഹുദൈവാരാധനയുടെ വിശ്വാസം, ഇത് തീർച്ചയായിട്ടും വലിയ മാലിന്യം തന്നെയാണ്. فلا يقربوا المسجد الحرام بعد عامهم هذا, ആകയാൽ ഈ വർഷത്തിന് ശേഷം, ഈ ആയത്തിറങ്ങി പ്രഖ്യാപിക്കുന്ന ഹിജ്റ 9 ഈ വർഷത്തിന് ശേഷം ആരും പുറത്തു നിന്നും ഈ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഈ ആയത്തും വളരെയധികം ചിന്തനീയമാണ്. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ പറയുന്നു, മസ്ജിദുൽ ഹറാമിലേക്ക്, പരിശുദ്ധമായ ഹറമിലേക്ക് നിഷേധികളായ ആളുകൾ പ്രവേശിക്കാൻ പാടില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഇത് മസ്ജിദുൽ ഹറാമിന് മാത്രമാണ് ബാധകം, അമുസ്ലിമീങ്ങൾക്ക് ഇതര മസ്ജിദുകളിൽ പ്രവേശിക്കാവുന്നതാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ആയത്തിലെ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് എന്നതുകൊണ്ടുള്ളതായ ഉദ്ദേശം ഹജ്ജിന് അവർ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം അതിനെയാണ് അറിയിക്കുന്നത്. അമുസ്ലിമീങ്ങൾക്ക് മസ്ജിദുൽ ഹറാമിലും പ്രവേശിക്കാവുന്നതാണ്, പക്ഷേ ഹജ്ജ് നിർവഹിക്കാൻ അനുവാദമില്ല എന്നതാണ്. എന്താണെങ്കിലും സൂക്ഷ്മമായ അഭിപ്രായം എടുത്തുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് നിഷേധികൾ പ്രവേശിക്കാൻ പാടില്ല. അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. എന്നാൽ ഇതര മസ്ജിദുകളിൽ അമുസ്ലിമീങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കണം. മസ്ജിദിലെ പ്രവേശനം എന്നുള്ളത് മസ്ജിദിന്റെ ആദരവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. മസ്ജിദിനെ ആദരിക്കാമോ? ആർക്കും അവിടെ പ്രവേശിക്കാവുന്നതാണ്. മസ്ജിദിനെ അനാദരിക്കുന്ന ആർക്കും അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് അതിന്റെ ആദരവ് പാലിച്ചുകൊണ്ട് അവിടെ പ്രവേശിക്കാവുന്നതാണ്. فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء. ഈ ആയത്തിറങ്ങിയപ്പോൾ ചില സഹാബികൾക്ക് വിഷമമുണ്ടായി. ഹജ്ജിന്റെ സമയത്ത് ധാരാളം കച്ചവടക്കാർ വരികയും ഉപഭോക്താക്കൾ വരികയും ചെയ്തിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാനും അതുപോലെ അധികമായി സാധനങ്ങൾ വിറ്റഴിക്കാനും കഴിയുമായിരുന്നു. ഈ നിരോധനത്തിന് ശേഷം ആളുകൾ കുറയുമല്ലോ. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയപ്പെടുന്നെങ്കിൽ നിങ്ങൾ അറിയണം, പടച്ചവൻ അവനുദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പന്നർ നൽകുന്നതാണ്. ഇവിടെ ഇൻഷാ എന്ന പ്രയോഗത്തിൽ വലിയൊരു സൂചനയുണ്ട്. സമ്പത്ത് സമ്പാദിക്കാൻ അധ്വാനിക്കണം, പക്ഷേ നോട്ടം അള്ളാഹുവിലേക്കായിരിക്കണം, വസ്തുക്കളിലേക്കായിരിക്കാൻ പാടില്ല.
ഇന്നല്ലാഹ അലീമുൻ ഹകീം. തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ തന്ത്രജ്ഞനുമാണ്. ചുരുക്കത്തിൽ അല്ലാഹു അറിയിക്കുന്നു, പരിശുദ്ധമായ ഹറമുൽ മുഹ്തറം ഇസ്ലാമിക സെക്രട്ടേറിയറ്റ് പാർലമെന്റാണ്. അവിടെ കുഴപ്പങ്ങളുണ്ടാക്കുന്ന ആളുകൾ കടക്കാൻ പാടില്ല. ഇസ്ലാം ഒരു ആഗോള പ്രസ്ഥാനമാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു പരിശുദ്ധമായ കഅബ ശരീഫയാണ്. ഇതാണ് പ്രഥമ ആരാധനാലയം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. പടച്ചവൻ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയും ഐശ്വര്യത്തിനും സന്മാർഗത്തിനും സ്ഥാപിച്ച സ്ഥാപനമാണ്. ആ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് സ്ഥലത്തിന് അൽ ഹറം എന്ന് പറയപ്പെടുന്നു. ഇത് വളരെയധികം ആദരണീയമായ സ്ഥലമാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദിന് വിരുദ്ധമായ ശിർക്കിൽ നിന്നും അതിന്റെ മുഴുവൻ വീക്ഷണങ്ങളിൽ നിന്നും അത് പരിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് ബഹുദൈവാരാധനയിൽ ഉറച്ചു നിൽക്കുന്നവർ അവിടെ പ്രവേശിക്കാൻ പാടില്ല. അത് അല്ലാഹു നിരോധിച്ചിരിക്കുന്നു. ഇനി അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തയുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ നോക്കരുത്, പടച്ചവരിലേക്ക് തിരിയണം. ഇവിടെ രണ്ട് വിഷയം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു. ഇവിടെ മുശ്രിക്കീങ്ങൾ നജസെന്ന് പറഞ്ഞത് അവരുടെ വിശ്വാസത്തിന്റെ മാലിന്യമാണ് ഉദ്ദേശം. അവരുടെ ശരീരം മലിനമല്ല. അവരുമായി നല്ല വർത്തനവും നല്ല ബന്ധവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിംകൾ മസ്ജിദുകളിൽ പ്രവേശിക്കാമോ പാടില്ലയോ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ആയത്ത് മക്ക മുക്കറമയിലെ മസ്ജിദുൽ ഹറാമുമായി അൽ ഹറമുമായി മാത്രം ബന്ധമുള്ള ആയത്താണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇത് പരിശുദ്ധമായ ഹജ്ജിന്റെ സ്ഥലങ്ങളുമായി മാത്രം ബന്ധമുള്ള ആയത്താണ്. ഈ രണ്ടഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ അമുസ്ലിമീങ്ങൾ മസ്ജിദിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് മസ്ജിദിൽ പ്രവേശിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ചുരുക്കത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന പരീക്ഷണങ്ങളുടെയും ത്യാഗങ്ങളുടെയും വെളിച്ചത്തിൽ അവസാനമായി അല്ലാഹു നടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടത്തിച്ച ഒരു വലിയ പ്രഖ്യാപനമാണ് മസ്ജിദുൽ ഹറാം. അത് സമുന്നതമായ സ്ഥാനത്തേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുന്നു. ഇനി ലോകാവസാനം വരെയും അത് തൗഹീദിന്റെയും റിസാലത്തിന്റെയും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും കേന്ദ്ര സ്ഥാനമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടക്കേണ്ടത്. നമസ്കാരം നടക്കണം, ഹജ്ജ് നടക്കണം, ഉംറ, തവാഫ്, സഅയ്, ഈ കാര്യങ്ങൾ നടക്കണം. അതിന്റെ പാഠങ്ങൾ പഠിച്ച് പകർത്തി ലോകത്ത് പ്രചരിപ്പിക്കുന്ന നല്ല അന്തരീക്ഷമുണ്ടാകണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.